ആരാണ് പുതിയ പവർ ടീം? വീണ്ടും പഴയ പവർ ടീം തന്നെ അധികാരത്തിൽ വന്നോ? അതായത് ശരണ്യയുടെയും ഗബ്രിയുടെയും ഒക്കെ ടീം തന്നെ വീണ്ടും അധികാരത്തിൽ വന്നോ? ഒരു ട്വിസ്റ്റ് സംഭവിക്കും. ആര് പവർ ടീമിൽ വന്നു കഴിഞ്ഞാലും എന്താണ് ട്വിസ്റ്റ്? ലൈവിൽ പോലെ ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. കുറച്ച് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ പവർ ടീം ഞാൻ അറിഞ്ഞത് നമ്മുടെ ശരണ്യയുടെയും ഗബ്രിയുടെയും ടീം തന്നെ ചലഞ്ചിങ് ടാസ്ക് 3 ജയിച്ച് വീണ്ടും പവർ റൂം അധികാരികളായിട്ട് മാറി, പവർ ടീം അധികാരികളായിട്ട് മാറി എന്നാണ് അറിയാൻ പറ്റിയത്. നിലവിലെ പവർ ടീം തന്നെ വീണ്ടും പവർ ടീമായിട്ട് മാറി. ഓപ്പോസിറ്റ് നിന്ന ജിൻഡോ, ജാസ്മിൻ, അൻസിബ ഇവർ 3 പേരും തോറ്റു എന്നാണ് അറിയാൻ പറ്റിയത്. നമുക്ക് നോക്കാം ഇനി പവർ ടീം വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ട്വിസ്റ്റ് സംഭവിക്കും. കാരണം ഇത് പാറ്റേൺ ഈ സംഭവം ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് ബിഗ് ബോസ് 7 തമിഴിലാണ്. അപ്പോൾ 50ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാവരെയും പിടിച്ച് നോമിനേഷനിലിടാൻ വമ്പൻ സാധ്യതയാണ്. അതായത് നിങ്ങൾക്ക് പവർ റൂമിനകത്ത് ആർക്ക് വേണമെങ്കിലും കയറാം, അതുപോലെ തന്നെ ഡെന്നിൽ ആർക്കും കയറാം, നെസ്റ്റിൽ ആർക്കും കയറാം, ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കിടക്കാം എന്നും പറഞ്ഞുകൊണ്ടൊരു വീക്ക് വരും, ഉറപ്പായിട്ടും വരും. അത് മിക്കവാറും അടുത്ത ആഴ്ച ആയിരിക്കും. കാരണം ഞാൻ അങ്ങനെ പറയാൻ ഇപ്പോൾ ഓൾറെഡി തന്നെ ശരണ്യക്ക് ഇതിപ്പോൾ 3ാമത്തെ വീക്കോ 2ാമത്തെ വീക്കോ ആണ് ഈ പറയുന്ന നോമിനേഷൻ നിൽക്കാൻ സ്കിപ്പാക്കിയിട്ട് ഇതിനകത്ത് കയറുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം 4 കണ്ടസ്റ്റൻസ് ആണ് പവർ റൂമിലുള്ളത്. ആരൊക്കെയാണ്? ശരണ്യ, ശ്രീരേഖ, ഋഷി, ഗബ്രി. ഇവരുടെ 4 പേരുടെയും ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഇവർ 4 പേര് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു ഇതിൽ ഒന്നാമത് ശരണ്യയുടെ കാര്യം എടുത്ത് പറയുമ്പോഴത്തേക്കും ശരണ്യ സൂപ്പറായിട്ട് ഗെയിം പ്ലേ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ശരണ്യയുടെ ഗെയിം. കാരണം ശരണ്യ മിണ്ടാതിരിക്കും, എല്ലാവരോടും നല്ല ക്ലോസ് ആവും, സംസാരിക്കും. പക്ഷേ ശരണ്യയുടെ കയ്യിൽ സൂപ്പറായിട്ട് എങ്ങനെ ഗെയിം കളിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. കാരണം ശരണ്യ ഇന്നലെ ഇപ്പോൾ സിജോ വന്ന സമയത്ത് തന്നെ ഉടനെ വിത്തിൻ ക്വിക്ക് ടൈം ശരണ്യയും ശ്രീരേഖയും കൂടെ അവിടെ മീറ്റിംഗ് കൂടി, നമ്മൾ ഇനി എങ്ങനെ കളിക്കണം എന്നുള്ള ഒരു ലെവലിൽ. കാരണം അവർക്ക് മനസ്സിലായി ഇത്രയും ദിവസം ശരണ്യ നമ്മൾ കണ്ടിട്ടില്ല, പെട്ടെന്ന് ശരണ്യ അങ്ങനെ മാറിയത്. അതായത് ഇവർക്കറിയാം ഗെയിം കളിക്കേണ്ടിടത്തെ ഗെയിം കളിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാതെ ഇതിനകത്ത് ഇറങ്ങുന്ന ഊപ്പ അങ്ങനെ എങ്ങനെ അവർക്കെതിരെ ഞാൻ കളിക്കുന്നത് എന്തിനാ? സിജോ വരട്ടെ, സിജോയ്ക്ക് നേരെ കളിക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് ശരണ്യ എന്താ പറയുക ഒരു പ്ലാനിങ് നടത്തി. മാത്രമല്ല ഇന്നലെ മെനിങ്ങാന്നൊക്കെയായിട്ട് ശരണ്യ ഭയങ്കര കത്തക്കമാണ്. കാരണം കത്തി കയറി നിൽക്കുകയാണ്. ഈ പൂജയുടെ കേസിൽ പൂജയെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സമയം എന്നല്ല, പൂജയ്ക്ക് വയ്യാതെയൊക്കെ കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് ഈ പറയുന്ന ശരണ്യാണ് പൂജയുടെ കൂടെ ഇരിക്കുകയും തുടക്കം മുതൽ ഈ പൂജയെ കൊണ്ടുപോകുന്ന ടൈം വരെയും പൂജയുടെ അടുത്തിരിക്കുകയും ഒക്കെ ചെയ്ത് പൂജയുടെ കാല് തടവി കൊടുക്കുകയും മസാജ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം കാണിച്ചു. ഈ ഗെയിമിൽ പ്യുവർലി മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം കാണിക്കുന്ന ഇത് പുറത്ത് ഔട്ട്പുട്ട് വരുവാണ്. അപ്പോൾ ഒത്തിരി സപ്പോർട്ട് അതിൻ്റെ പേരിൽ ശരണ്യക്ക് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഒരാൾ വയ്യാതായിട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് പേര് കമൻറ്റ്സ് ഇരുന്ന് ഞാൻ കണ്ടിരുന്നു. ശരണ്യാണ് പൂജയുടെ കൂടെ ഇരുന്നതും പൂജയ്ക്ക് മസാജ് ചെയ്ത് കൊടുത്തതും തടവി കൊടുത്തതും എല്ലാം. എന്നിട്ട് ബിഗ് ബോസ് അവസാനം അപ്സര എടുത്ത് വിളിച്ചിട്ട് ആ കൂട്ടിരിക്കാൻ പറഞ്ഞു, ശരണ്യ എടുത്ത് പുറത്തു പോകാൻ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര വിവാദമായിരുന്നു. പക്ഷേ ഈ പറയും പോലെ ശരണ്യക്ക് കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ആരെയും കുതുകാല് വെട്ടിയിട്ട് ഈ പറയുന്ന ശരണ്യ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് ശരണ്യയുടെ ഒരു ഗെയിമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. പിന്നെ ശ്രീരേഖയുടെ ഗെയിമിൽ എനിക്ക് പറയാനുള്ളത്, ഈ ശരണ്യയുടെ കേസ് പറഞ്ഞതുപോലെ ബ്രില്യൻ ഗെയിമറാണ്. ഈ നമ്മൾ ആരും വിചാരിക്കും പോലെയല്ല ശ്രീരേഖയ്ക്ക് കറക്റ്റ് എവിടെ ഒരു കട്ട നീക്കണമെന്ന് ചെസ് ബോർഡ് കളിക്കുമ്പോൾ കറക്റ്റ് അറിയാം. ആവശ്യമില്ലാത്ത ഒരിടത്തും പോയി ശ്രീരേഖ ഇടപെടൂല, ശ്രീരേഖ ഒന്നും പറയത്തുമില്ല. പക്ഷെ ആവശ്യമുള്ള സാധനം പറയട്ടെ, ശ്രീരേഖ സിജോ പറയും പോലെ പോയിന്റ് ആയിട്ട് എടുത്ത് പറയും. അതാണ് ശ്രീരേഖയുടെ ഒരു ക്വാളിറ്റി. ശ്രീരേഖ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു 70% പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഈവൻ വോട്ടൊക്കെ കുറവാണെന്ന് അറിയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ശ്രീരേഖയുടെ ഒരു ലെവൽ വെച്ച് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാലും കയറി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സൂപ്പറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതാണ് ശ്രീരേഖയുടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഋഷി പവർ റൂമിലുള്ളതിനകത്ത് ഇത്തിരി ഗെയിം കുറച്ച് കളിക്കുന്നത് ഋഷിയാണ്. കാരണം സ്ട്രെസ് ഇല്ലാതെ ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ ഗെയിം കളിക്കുന്ന ഋഷിയാണ്. ഋഷി അവിടെ ഗെയിം കളിക്കുന്നു. ബിഗ് ബോസ് ഇസ് എ പ്ലാറ്റ്ഫോം അത് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല, അത് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാനും ഗെയിം കളിക്കാനുള്ള പ്ലാറ്റ്ഫോം. പക്ഷേ ഋഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റർടൈൻ ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ബട്ട് ഇത് ഒരുപാട് ആകുമ്പോഴത്തേക്കും ഋഷിയുടെ എൻ്റർടൈൻമെൻറ്റിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ട് ബിഗ് ബോസ്.
ഋഷിയുടെ ഗെയിമിൽ. പക്ഷെ ഋഷിക്ക് ഗെയിം എന്ന് പറഞ്ഞ ഒരാളെ ഗെയിം കളിക്കാനായിട്ട് ഋഷി എനിക്ക് മനസ്സിലായിടത്തോളം ഋഷി അതിനകത്ത് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആണ്. അപ്പോൾ ഋഷിക്ക് മുന്നോട്ട് എത്ര നാൾ പോകാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ മാസ്സായിട്ടുള്ള സപ്പോർട്ട്, ഒരു മാസീവ് ഓഡിയൻസ് ഋഷിക്കുണ്ട്. അത് ഋഷിയെ ഏതാണ്ട് ഒരു 90-80 ഡേയ്സ് വരെ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഋഷി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കൊണ്ടുപോകും. കാരണം ഋഷിയുടെ ആ ഒരു ഇന്നസെൻറ്റിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ ഗെയിം കണ്ട് വോട്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഗബ്രിയാണ്. വന്ന ആ ഡേ മുതൽ നമ്മൾ കാണാത്ത ഒരു സാധനം ഈ പറയുന്ന ഗബ്രിക്കകത്തുണ്ട്, ഗെയിം. ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഇവർ രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ആ ഗെയിം കാണാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രേമ നാടകം തന്നെയായിരിക്കും. ഇതൊന്ന് ബ്രേക്കപ്പ് ആയി കിട്ടിയല്ലാതെ നമുക്കൊരു ഗെയിം കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇവരെ 4 പേരെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇവർ വീണ്ടും പവർ റൂമിൽ വന്നതുകൊണ്ടാണ് ഇവർ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മിക്കവാറും ബിഗ് ബോസ് പറയും പവർ റൂമിൽ കയറുന്നത് കൊണ്ട് ഇത്തവണ ഒന്നുമില്ല, പവർ റൂമിലുള്ളവർക്ക് നോമിനേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാം, അവർക്ക് ഇവരെ പറയാം, ഇവർക്ക് അവരെ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കുമായിരിക്കാം. അങ്ങനെ ഒരു ട്വിസ്റ്റ് വരും. ഏതെങ്കിലും ഒരാഴ്ച അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് വരും. അടുത്ത ആഴ്ച തന്നെ അത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും അറിയാൻ പറ്റുന്നതും. നമുക്ക് നോക്കാം. എന്തായാലും ശരണ്യയും ടീമും വീണ്ടും പവർ ടീമിലേക്ക് കയറി എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് ലൈവിൽ തന്നെ നോക്കിയിരിക്കാം അത് വരുമോ ഇല്ലയോ, അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കണ്ടിട്ട്? വീണ്ടും അവർ പവർ റൂമിനകത്തേക്ക് കയറിയതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായമാണ് പറയാനുള്ളത്? അത് വീണ്ടും ഒരു കാരണം ഈ പറയുന്ന ഇവർ 4 പേരെ ഒഴിച്ച് ബാക്കി 12 പേരും നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ വീക്കിലത്തേക്ക്. ആ 12 പേരിൽ 2 പേര് ഇപ്പോൾ ഓൾറെഡി പുറത്ത് പോയി കഴിഞ്ഞു. പൂജയും 12 പേരിലല്ല, സിബിൻ ഓൾറെഡി ഇപ്പോൾ പോയി, പൂജയും പോയി. അപ്പോൾ ഈ ആഴ്ച നമ്മൾ നോ എവിക്ഷൻ ആയിരിക്കുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. വോട്ടിംഗ് ലൈൻസ് ഹോട്ട്സ്റ്റാറിൽ ഇതുവരെയും ക്ലോസ് ചെയ്തിട്ടില്ല. സിബിൻ പുറത്തായി എങ്കിൽ പോലും സിബിൻ്റെ പേര് വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നത്. ബിഗ് ബോസ് ലൈവിൽ അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ സിബിൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ സിബിൻ്റെ പേര് ലിസ്റ്റിൽ നിന്ന് മാറുള്ളൂ. വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്യില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഈ ആഴ്ച ആര് പോയാലും ആര് പോയില്ലെങ്കിലും 2 പേരെ എടുത്ത് കളയും എന്നും അറിയാൻ പറ്റി. ഈ സീസൺ 6 മാത്രമേ ഉണ്ടാവുള്ളൂ ട്വിസ്റ്റുകൾ ഇത്രത്തോളം. ആൾക്കാർ പോകുന്നു, ആൾക്കാർ വരുന്നു, വയ്യാതാകുന്നു, ഇടി കിട്ടുന്നു, ഹോസ്പിറ്റലിലാവുന്നു, പുറത്തെ കാര്യങ്ങൾ അറിയുന്നു, അകത്ത് വന്ന് പറയുന്നു, എന്തൊക്കെയാണോ എന്തോ. പക്ഷേ ഹിന്ദി ലെവൽ ഇങ്ങനെയാണ്. മലയാളികളായിട്ടുള്ള ഒത്തിരി ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ സംഭവം ഈ പറഞ്ഞ പോലെ പുറത്തെ കാര്യങ്ങൾ അകത്തറിയുന്നതൊക്കെ ആദ്യമായിട്ട് മലയാളത്തിൽ നടന്നതായതുകൊണ്ടാണ് ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഒരു ബിഗ് ബ്രേക്കിംഗ് പോലെ ഞാൻ വന്നത് ശരിയായില്ല. കാരണം മലയാളം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കൊണ്ട് പോകുമായിരുന്നു, അത് നഷ്ടപ്പെട്ടു എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഹിന്ദിയിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഈ പുറത്ത് നടക്കുന്ന സംഭവം ഈ ജാസ്മിൻ അറിഞ്ഞതായാലും റസ്മിൻ അറിഞ്ഞതായാലും സിജോ അറിഞ്ഞെന്ന് പറയുന്നു അതായാലും ഈ പറയുന്ന സിബിൻ അറിഞ്ഞെന്ന് പറഞ്ഞതായാലും എല്ലാം സർവ്വസാധാരണമാണ്. തമിഴിലും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതേ മലയാളത്തിലും ആ ലെവലായി. പക്ഷേ അത് പല പല സാഹചര്യങ്ങളാൽ ഉണ്ടായതാണെന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോക്കെന്നുള്ള കാര്യം ഒരു പിടിയുമില്ല. ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ്, മാറ്റിപ്പിടുത്തമാണ്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം. ഇപ്പോൾ വീട്ടിനകത്ത് ചുമ്മാ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല, അവിടെ ഒരു ഗെയിമും നടക്കുന്നില്ല. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ഇൻസ്റ്റാ പേജ് FB പേജ് ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും bye bye and take care.